നമസ്കാരം. ഏവർക്കും ഗ്രീൻലാൻഡ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് എൻ്റെ ഈ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വിഷു ആശംസകൾ. ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത്, നമുക്ക് വിഷു അല്ലേ, നമ്മളെല്ലാവരും സദ്യ ഒരുക്കുന്നതിൻ്റെ ഒരു ആഘോഷം. നമ്മൾ കൊഴുപ്പിക്കുന്നത് സദ്യ ഒരുക്കുകയും സ്പെഷ്യലായിട്ട് നമ്മൾ പായസം അല്ലേ, അപ്പം പ്രഥമൻ, പാൽപ്പായസം, പാലട പായസം, അങ്ങനെ വെറൈറ്റി പായസങ്ങളാണ് നമ്മളിപ്പോൾ മലയാളികൾ ഓരോ സദ്യയ്ക്കും വിളമ്പാറുള്ളത്. വിഷുവിന് സ്പെഷ്യലായിട്ട് എല്ലാവരും പായസം ഉണ്ടാക്കാറുണ്ട്. ഞങ്ങൾ ഇപ്രാവശ്യം അടപ്പായസം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന എന്തൊക്കെയാണെന്ന് അറിയണ്ടേ ആദ്യം. ഓക്കെ, അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അടപ്രഥമൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടുന്നത് അടയാണ്. അരിയട ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇതാണ് അരിയട എന്ന് പറയുന്നത്. അരിയട നമ്മളതിനെ വലുതായിട്ടായിരിക്കും കവറിനകത്ത് കിട്ടുക. നമ്മളതിനെ ചെറുതായിട്ടൊന്ന് ആക്കിയാൽ നമ്മളതൊന്ന് വേവിച്ചെടുക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്കത് കംഫർട്ടബിളായിട്ട് എടുക്കാൻ പറ്റും. പിന്നെ അത് വേവിക്കുന്ന രീതിയൊക്കെ പിന്നെ കാണിച്ചു തരുന്നതായിരിക്കും വീഡിയോയിൽ. അപ്പം അട വേണം, ശർക്കര നമ്മളൊരു 1/2 കിലോയോളം അട എടുക്കുമ്പോൾ നമുക്ക് അത്രയും തന്നെ മധുരം കൂടുതൽ വേണ്ടുന്നവർക്ക് അതിനനുസരിച്ച് ശർക്കര എടുക്കുക. പിന്നെ നല്ല ഒരു തേങ്ങയുടെ തിരിങ്ങിയ പാലെടുക്കണം. ഇതിപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയുന്നതായിരിക്കും തേങ്ങ പാലെടുക്കുന്ന രീതി. മൂന്ന് പാലെടുക്കണം. 3 പാല്, 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല്, അങ്ങനെ 3ആയിട്ട് എടുക്കണം. അതൊക്കെ പിന്നെ വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ വേണ്ടുന്നത് ചവ്വരി, ഏലക്ക, പിന്നെ നെയ്യ്, അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഉണക്കമുന്തിരിങ്ങയും. പിന്നെ എനിക്ക് ഇഷ്ടമാണ് പ്രഥമനകത്ത് തേങ്ങ ഇത് ചെറുതായിട്ട് അരിഞ്ഞ് നെയ്ക്കകത്ത് മൂപ്പിച്ച് ഇടും. അപ്പോൾ നമ്മൾ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ഇടുന്ന കൂട്ടത്തിൽ തന്നെ ഇത് നമ്മൾ ഇടാറുണ്ട്. ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ പായസത്തിനകത്ത് അത് കഴിക്കുമ്പോൾ. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാനിതും കൂടെ പ്രിഫർ ചെയ്യുന്നത്. ഇഷ്ടമുള്ളവർക്ക് എടുക്കാം, വേണ്ടാത്തവർക്ക് എടുക്കേണ്ട ആവശ്യമില്ല. തേങ്ങ കൊത്ത് ഇത്രയും മതി നമുക്ക് നല്ലൊരു പായസം ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുക. വെള്ളം തിളപ്പിച്ച് ഈ അരി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ടുണ്ട്. സവാള കിട്ടുന്നത് വലുതായിട്ടായിരിക്കും കിട്ടുന്നത്. നമ്മളത് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് ചെറുതാക്കുക. ഈ വെള്ളം തിളയ്ക്കുമ്പോൾ ഈ അരിയട ഈ വെള്ളത്തിലിട്ട് ഒന്ന് വേവിക്കുക. നമുക്കൊന്ന് തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും, അത് വീഡിയോയിൽ കാണാൻ പറ്റും. അന്ന് വേവിക്കും. ഇപ്പോൾ വെള്ളം ഏകദേശം തിളയ്ക്കാറായിട്ടുണ്ട്. ഇനി നമുക്ക് അരിയട മാത്രം എടുത്ത് കൊടുക്കാം. ഇതാ കണ്ടില്ലേ, ഞാനത് ഡ്രെയിൻ ചെയ്തു ചൂടാക്കി വെള്ളം മാറ്റി ഓരോന്നായിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ആ വെള്ളം ഉടനെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ചത് കാരണം വലുതായിട്ട് ആ ഒട്ടി പിടുത്തമില്ല. ഇനി പാവിലോട്ട് ഒഴിക്കുമ്പോഴത്തേക്ക് അത് റെഡി ആയിരിക്കും. വലിയ ഒട്ടി ചെയ്തിട്ടില്ല, എല്ലാം സെപ്പറേറ്റ് ആയിട്ട് കിടക്കും. ഇതാ കണ്ടില്ലേ, ഞാനത് ഡ്രെയിൻ ചെയ്തു ചൂടാക്കി വെള്ളം മാറ്റി ഓരോന്നായിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ആ വെള്ളം ഉടനെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ചത് കാരണം വലുതായിട്ട് ആ ഒട്ടി പിടുത്തമില്ല. ഇനി പാവിലോട്ട് ഒഴിക്കുമ്പോഴത്തേക്ക് അത് റെഡി ആയിരിക്കും. വലിയ ഒട്ടി ചെയ്തിട്ടില്ല, എല്ലാം സെപ്പറേറ്റ് ആയിട്ട് കിടക്കും. ശർക്കര ഇനിയിപ്പോൾ പായസം നമ്മൾ എല്ലാം കൂടെ ചേർത്ത് ആക്കാൻ പോവാണ്. പായസം ശർക്കര പാവ് കാച്ചിലുണ്ട്. നമുക്ക് ഈ വേവിച്ചിരിക്കുന്നതാണ് ഇപ്പോൾ ശർക്കര പാനിക്കകത്ത് അട ഒരുവിധം നല്ല രീതിയിൽ ശർക്കരയൊക്കെ അതിനകത്ത് പിടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ,
അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഒരു ഒരു മധുരം അടയിൽ കാണാത്ത പോലെ നമുക്ക് തോന്നും. ഒരു ടേസ്റ്റ് വ്യത്യാസം തോന്നും. പാലിനകത്ത് വേവിച്ചിട്ട് പിന്നെ ശർക്കര പാവ് കാച്ചി ഒഴിക്കുമ്പം എന്തോ അടയ്ക്കകത്ത് ആ ശർക്കര അങ്ങോട്ട് പിടിച്ച് വരാത്തതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമാണ്. ഇപ്പം ഞാനിങ്ങനെ ചെയ്യുന്നത്, പലരും പല രീതിയിലായിരിക്കും ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ ശർക്കര പാവ് കാച്ചതിനകത്തോട്ട് വേവിച്ച അടയിട്ട് കുറേ നേരം അങ്ങോട്ട് വേവിക്കുക. അപ്പം ഈ ശർക്കരയുടെ മധുരമൊക്കെ ആ അടയിലങ്ങനെ പിടിക്കും. ആ സമയം തന്നെ നമ്മൾ കാച്ചി വെച്ചിരിക്കുന്ന ചവ്വരിയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇടുക. കുറച്ചും കൂടെ ചവ്വരി വേവാനൊക്കെ ഉണ്ടെങ്കിൽ കിട്ടപ്പെടുന്ന വെന്തോളും. നല്ല രീതിയിൽ ഇളക്കാൻ മറക്കരുത്. ചവ്വരി ഇടുമ്പം വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പെട്ടെന്ന് കുറുകി വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള തേങ്ങാപ്പാലൊക്കെ എപ്പോഴും റെഡിയാക്കി വെച്ചേക്കണം. കുറുകുന്നതനുസരിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് റെഡിയാക്കുക. ശർക്കര പാവിനകത്ത് ഏകദേശം ഈ അട കിടന്ന് നല്ലവണ്ണം അങ്ങനെ വറ്റി വരുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് പോലെ തേങ്ങ മൂന്നായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഫസ്റ്റ് നമ്മൾ അരച്ചെടുക്കുന്നത് 1-ാം പാല്, അത് മാറ്റി വെച്ചിരിക്കുകയാണ്. അത് ലാസ്റ്റ് ഒഴിക്കാനാണ്. ഇത് 2-ാം പാല്, ഇത് 3-ാം പാലാണ്. ആദ്യം നമ്മൾ ഈ 3-ാം പാലാണ് അത് ഒഴിക്കേണ്ടത്. ഈ 3-ാം പാലിനകത്ത് ഈ അട കിടന്ന് നല്ല രീതിയിൽ തിളച്ച് വറ്റണം. ഈ 3-ാം പാലിനകത്തും ഈ അട നല്ല വെന്ത് വറ്റിയിട്ടുണ്ട്. നമ്മൾ 2-ാം പാൽ ചേർത്ത് കൊടുക്കാൻ പോകാം. നമ്മൾ ഈ പാലം കൊണ്ട് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് അറിയാൻ പറ്റുന്നുണ്ട്. പായസം ഇങ്ങനെ കുറേശ്ശെ വെളുത്ത് വരും. നല്ല ശർക്കര പാവിനകത്ത് നല്ല കറുത്ത കളറിൽ ഡാർക്ക് ബ്രൗൺ കളറിൽ വരുന്നതാണ് പായസം. വലിയ കുക്കൊന്നും അല്ല, എന്നാലും എനിക്ക് ഒരു പാഷനുണ്ട് കുക്കിങ്ങിനോട്. കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പം ചെറിയ സ്നാക്സൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അവർക്കിഷ്ടമാണ്. പിന്നെ എനിക്കും അതിനോട് അവർക്ക് ഇഷ്ടമായതുകൊണ്ട് ചെറിയ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാനും എനിക്കും താല്പര്യമാണ്. ചിലപ്പോഴൊക്കെ ഫോൾട്ട് ആവാറുണ്ട്, അതൊന്നും ആരെയും അറിയിക്കാറുമില്ല. ക്ലിക്കാവുന്നത് വീട്ടിൽ വിളിച്ച് പറയും, അമ്മയോട് വിളിച്ച് പറയാറുണ്ട്, ഫ്രണ്ട്സിനോടൊക്കെ വിളിച്ച് പറയാറുണ്ട്. ശർക്കര പാവിനകത്ത് ഏകദേശം ഈ അട കിടന്ന് നല്ല വെന്ത് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ 1-ാം പാല് ചേർക്കുന്ന സമയമായി. ഞാനത് ആദ്യമായിട്ടാണ് ഞാൻ എന്തെങ്കിലും പാചകം ചെയ്യുന്നത് ഒരു വീഡിയോ പോലെ എടുക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിന് വലിയ താല്പര്യമാണ്. പുള്ളിയുടെ ഒരു ചാനലാണ്, യൂട്യൂബ് ചാനൽ, ഗ്രീൻലാൻഡ് ചാനൽ. ഇത് കാണുന്ന എല്ലാ വ്യൂവേഴ്സും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഗ്രീൻലാൻഡ് ചാനലിൽ മറ്റുള്ള എല്ലാ വീഡിയോസും കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് എല്ലാം ഷെയർ ചെയ്ത് തരിക. പിന്നെ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ കമൻസ് വായിക്കാൻ മറക്കരുത്. കാരണം ഞങ്ങളൊരു ബിഗിനേഴ്സ് അല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വരാറുണ്ട്, സ്വാഭാവികമാണ്. അപ്പം നിങ്ങളിങ്ങനെ പറഞ്ഞാലേ ഞങ്ങൾക്ക് അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് തന്നെ എനിക്ക് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ കുഴപ്പവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് എനിക്കറിയാം. എന്നാലും ഒരു പരീക്ഷണം. പായസം ചൂടോടെ കഴിച്ച ആ ഒരു ടേസ്റ്റ് നമുക്ക് ഇതായിട്ട് അറിയാൻ പറ്റില്ല. പായസം നല്ലോണം പാചകമൊക്കെ ചെയ്ത് കുറച്ച് നേരം ഇരിക്കുമ്പം അതിനകത്തെല്ലാം നെയ്യും എല്ലാം പിടിച്ച് തരുമ്പം സൂപ്പർ ടേസ്റ്റാണ് പായസം. നമ്മുടെ നാട്ടിലൊക്കെ ആകുമ്പോൾ ഓട്ടുരുളിയിലൊക്കെ നമുക്ക് പായസം കഴിയുന്നത് ഓട്ടുരുളിയിൽ പായസം വെക്കാനാണ് ശ്രമിക്കാറ്. നല്ലതായിരിക്കും. പായസത്തിന് ഒരു പ്രത്യേക രുചി അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഓട്ടുരുളിയിൽ പായസം ഇത്
തണുത്ത് വരുമ്പം ഭയങ്കര കട്ടിയാണ്. അത് കാരണം പായസം എപ്പോഴും കുറച്ച് ലൂസായിട്ട് തന്നെ ഇരിക്കും. ഇത് നമ്മളിപ്പോൾ ഇത്ര ലൂസായിട്ടാണെങ്കിലും തണുക്കുമ്പോൾ വളരെയധികം കട്ടിയായിട്ടിരിക്കും. കുറച്ചും കൂടെ ഒക്കെ ലൂസായിട്ട് ഇരിക്കുന്നതായിരിക്കും നല്ലത്. ഒന്നാം പാൽ ഒഴിച്ചിട്ട് അധികം നേരം ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി. പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. കറുത്ത ശർക്കര വാങ്ങിച്ചത് കൊണ്ടാണ് നല്ല ഇത്ര ഡാർക്ക് കളറിലുള്ള പായസം കിട്ടിയത്. പിന്നെ വെള്ള ശർക്കര ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. നമുക്ക് കൂടുതൽ ഇങ്ങനെ പായസം അടപ്പായസമൊക്കെ വെക്കുമ്പം ഇച്ചിരി ഡാർക്ക് കളറിലിരിക്കുന്നതാണ് എനിക്കിഷ്ടം. പിന്നെ നമുക്ക് ഏലക്കയും പൊടിച്ചത് അതിനകത്ത് ചേർക്കുകയാണ്. ചുക്ക് പൊടിച്ച് ചേർക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഇന്ന് ചുക്ക് കിട്ടിയില്ല. അതാണ് അതൊന്നും ഞാൻ ചേർത്തിട്ടില്ല. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ നെയ്ക്കകത്ത് മുപ്പിച്ചിട്ട് നമുക്കിതിനകത്തോട്ട് ഇടാം. ഇതൊന്ന് മാറ്റി വെക്കാം. അതിൻ്റെ ഇടയ്ക്കൂടെ മോള് അതിൽ നിന്നെടുത്ത് അണ്ടിപ്പരിപ്പൊക്കെ എടുത്ത് കുറയ്ക്കുകയാണ്. പ്രിയപുത്രി ഇടയ്ക്ക് കുറച്ചിരിക്കണം, അതുകൊണ്ടാണ്. അപ്പൊ ഇനി എന്താണ് പരിപാടി? നമുക്കിത് നെയ്ക്കകത്ത് മൂപ്പിച്ചിട്ട് ചേർക്കാൻ മാത്രം. എന്നാ സമയമായോ? അപ്പോഴത്തേക്കൊക്കെ പായസം റെഡിയായി കിട്ടുമല്ലേ? പുതിയതായിട്ട് പൊട്ടിച്ചതുണ്ടായിരിക്കും. ഇപ്പൊ തേങ്ങ ഇടുന്നല്ലേ? തേങ്ങാക്കൊത്ത ടേസ്റ്റ് കൂടുതലെന്നാണ് പറയുന്നത്. ഇപ്പൊ എന്താ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയല്ലേ ഇടുന്നത്? അതൊരു ഇത്ര ഇതിനകത്ത് എത്ര വേണ്ടി വരും? ഒരു 100 ഗ്രാം വേണ്ടി വരും അല്ലേ? അത് ഒരു കവർ 2 കവർ അടയ്ക്കൊക്കെ ഉള്ള ഇല്ലേ?
ഡാർക്ക് കളറിൽ ഇരിക്കുകയാണ്. ഇപ്പം തന്നെ ഏകദേശം നല്ല കട്ടിയായിട്ടുണ്ട് പായസം. ദേവുന് ഇപ്പോഴേ കൊതി വന്ന് തുടങ്ങി. ചൂടാറാതെ കഴിക്കാൻ പറ്റില്ല. നല്ല രുചിയൂറുന്ന മണമാട്ടോ. രുചിയൂറുന്ന മണം. ടേസ്റ്റിനെക്കാട്ടിലും ടേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ മണം തന്നെ നമ്മൾ മൂക്കിലടിച്ചിട്ട് അതാണ് നെയ്യിൻ്റെ ഒക്കെ അത്. ഓക്കെ, അങ്ങനെ നമ്മുടെ അടപ്രഥമൻ തയ്യാറാക്കിയത് വിഷുവിനുള്ള അടപ്രഥമൻ അതാണ് വിഷുവിൻ്റെ അടപ്രഥമൻ. കുറച്ച് നേരം ഇരിക്കട്ടെ, ചൂടാറും. അപ്പോഴത്തേക്ക് നിങ്ങളെല്ലാം പോയി ഒരുങ്ങി മറ്റുള്ള ആഹാര സാധനങ്ങളൊക്കെ നേരത്തെ കൊണ്ടുവച്ചിട്ടുണ്ട്. 2 ഫ്രണ്ട്സും കൂടെ വരാനുണ്ട്. അവരും കൂടെ വന്നിട്ട്